തൃശ്ശിവപേരൂർ എന്ന നാമത്തിന് കാരണഭൂതനായ വടക്കുംനാഥനെ തൊഴാൻ ഞാനും എൻ്റെ മക്കളും ഒപ്പം അമ്മയും ചെറിയൊരു യാത്രാവിശേഷം. അവധിക്കാലം ആഘോഷമാക്കാൻ തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പാറമേക്കാവിലമ്മയെ തൊഴുതു വണങ്ങി തൃശ്ശൂർ നഗരഹൃദയത്തിലുള്ള ചെറിയ കുന്നായ തേക്കിൻകാട് മൈതാനത്തിൻ്റെ മധ്യത്തിലുള്ള ദക്ഷിണ കൈലാസമെന്നറിയപ്പെടുന്ന ശ്രീ വടക്കുംനാഥനെ തൊഴാൻ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരവും ഏതൊരു മലയാളിയുടെയും അഭിമാനവുമായ ഈ വടക്കുംനാഥൻ നമ്മളിലേക്ക് ചൊരിയുന്ന ശക്തിയും ധൈര്യവും അതൊരുപാട് വലുതാണ്. വടക്കുംനാഥ ക്ഷേത്രം ഇന്നത്തെ ഈ രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പ്രശസ്ത ഭരണാധികാരി ശ്രീ ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുകളോടുകൂടിയ ഈ ക്ഷേത്രം 20 ഏക്കർ വിസ്താരമേറിയതാണ്. 4 ദിക്കുകളിലായി 4 മഹാഗോപുരങ്ങൾ ഇവിടെ പണിതീർത്തിട്ടുണ്ട്. വടക്കുംനാഥൻ്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത്. ഈ കാണുന്നത് 4 മഹാഗോപുരങ്ങളിലൊന്നായ കിഴക്കേ ഗോപുര നടയാണ്. ഇന്ന് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് കിഴക്കേ ഗോപുര നട വഴിയാണ്. സ്വരാജ് റൗണ്ടിലെ തിക്കും തിരക്കും ബഹളവും എല്ലാം ഒഴിഞ്ഞ് വളരെ ശാന്തമായൊരു അന്തരീക്ഷം. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മനുഷ്യ മനസ്സിന് വേറെന്തു വേണം? അതിപുരാതനമായ ക്ഷേത്രമായതിനാൽ ആ തനതായ ഭംഗി അതുപോലെ കാത്തു സൂക്ഷിക്കാനായി ക്ഷേത്ര ഭരണസമിതി ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയൊരു നഗരമധ്യത്തിൽ, ഇത്ര തിരക്ക് പിടിച്ച ഒരു നഗരമധ്യത്തിൽ ഇങ്ങനെയൊരു ശാന്തമായൊരന്തരീക്ഷം സത്യത്തിൽ മഹാത്ഭുതമാണ്. നമ്മുടെ മനസ്സിലെ അറിഞ്ഞും അറിയാതെയുമുള്ള പല ഭാരങ്ങളും മറന്ന് സ്വാഭാവികമായും ഈ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് ലയിച്ചുകൊണ്ട് നമ്മളും അങ്ങ് ചേർന്നു പോകും. എനിക്കേറെ ഇഷ്ടം സന്ധ്യാസമയമാണ്. സൂര്യാസ്തമയ തിളക്കവും ഈ ശാന്തമായ അന്തരീക്ഷവും ചെറിയ തണുത്ത കാറ്റും എല്ലാം മനസ്സിനെ വല്ലാണ്ട് കുളിർമയേകും. മീനമാസത്തിലെ പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന മേടത്തിലെ വിഷുവിനെ വരവേൽക്കാൻ എല്ലായിടത്തും ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ കണ്ണന് ഓരോ സംശയങ്ങളാണ്. എല്ലാം പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ചരിത്രവുമുണ്ടല്ലോ. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവസാനം കണ്ണൻ പറയും, എന്നാലും എന്താ അല്ലേ അമ്മേ, പണ്ടൊക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അല്ലേ? എല്ലാം അത്ഭുതം തന്നെ. ഈ കാണുന്നതാണ് തെക്കേ ഗോപുര നട. എൻ്റെ അറിവിൽ വർഷത്തിൽ 2 തവണ മാത്രമാണ് തെക്കേ ഗോപുര നട തുറക്കാറുള്ളൂ. ഒന്ന് ശിവരാത്രിക്കാണ്, പിന്നെ ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരവിളംബരം നടത്തുവാൻ വേണ്ടിയും. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയ ആന വടക്കുംനാഥനെ പ്രദക്ഷിണം ചെയ്ത് തെക്കേ ഗോപുര നട തുറന്നിട്ടാണ് തൃശ്ശൂർ പൂരവിളംബരം നടത്തുന്നത്. ഒരിക്കൽ കണ്ടാൽ എല്ലാ കൊല്ലവും മുടങ്ങാണ്ടേ വന്ന് കാണാൻ തോന്നും. അത്ര ഭംഗിയുള്ള ആവേശമുണർത്തുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂർ പൂര വിളംബരം. ഞങ്ങൾ പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറേ നടയിലെത്തിയപ്പോൾ തന്നെ ലക്ഷദീപം തെളിയിക്കേണ്ട നേരമായിരിക്കണോ. ഭക്തജനങ്ങളെല്ലാം ലക്ഷദീപം തെളിയിക്കാനായിട്ടുള്ള തിരക്കിലാണ്. കണ്ണൻ ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ കണ്ണനും അമ്മൂമ്മയും എല്ലാവർക്കുമൊപ്പം ദീപം തെളിയിക്കാനായി കൂടി. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിനകത്ത് തന്നെ സജ്ജമായിരുന്നു. ദീപം എന്നത് വെളിച്ചമാണ്. അത് അനേകായിരമാകുമ്പോൾ എത്രമാത്രം വെളിച്ചമാണ് മനുഷ്യ മനസ്സിലേക്ക് ഈ ഒരു ശക്തി പകർന്നു തരുന്നത്. വടക്കുംനാഥനെ തൃപ്പ തൊഴാനായിട്ടുള്ള തിരക്ക് ഏറി വരാൻ തുടങ്ങി. വടക്കുംനാഥൻ്റെ മുറ്റത്ത് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കാശിക്കുട്ടനെ അവസാനം ഒതുക്കി ഞാനങ്ങ് പിടിച്ചു. ഇത്രയേറെ ദീപങ്ങൾ കാശിക്കുട്ടനും ഒരു കൗതുകവും അത്ഭുതവുമായിരുന്നു. പുരാതന കേരളത്തിലെ 108 ശിവാലയ സ്തോത്രത്തിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തെ ശ്രീമദ് ദക്ഷിണ കൈലാസം എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്.
തൊഴുതു മടങ്ങുന്നതിൻ്റെ സങ്കടമാണ് കണ്ണൻ്റെ മുഖത്ത്. അങ്ങനെ പാറമേക്കാവിലമ്മയെ കണ്ടു തന്നെ പുറത്തിറങ്ങി.